യുദ്ധഭൂമിയിൽ ഒരു സൈനികന് ഗുരുതരമായി പരിക്കേറ്റാൽ അടുത്ത ചില നിമിഷങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതവും മരണവും തമ്മിലുള്ള അതിർവരമ്പ് നിശ്ചയിക്കുന്നത്. പക്ഷേ ആ സ്ഥലത്ത് ഡോക്ടർ ഇല്ലെങ്കിലോ ഹെലികോപ്റ്റർ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണെങ്കിലോ അപ്പോൾ എന്ത് ചെയ്യും? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത്. വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു പുതിയ ടെക്നോളജി ഈ പ്രശ്നത്തിന് ഗെയിം ചേഞ്ചറായ ഒരു മറുപടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരൊറ്റ ഡ്രോൺ ആകാശത്ത് പറന്നെത്തി യുദ്ധഭൂമിയിലേക്ക് നേരിട്ട് സർജറി നടത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയുടെ കഥയല്ല, യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്ന ഒരു ഇന്ത്യൻ ഇന്നോവേഷന്റെ കഥയാണ്. ഗുരുഗ്രാമിൽ ആസ്ഥാനമായുള്ള SS ഇന്നോവേഷൻസ് ആണ് പ്രോജക്ട് വിമാന എന്ന അതിശയകരമായ സിസ്റ്റം അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിസ്റ്റം ആദ്യമായി അവതരിപ്പിച്ചത് ഗ്ലോബൽ മൾട്ടി സ്പെഷ്യാലിറ്റി റോബോട്ടിക് സർജറി കോൺഫറൻസ് 2026 എന്ന അന്താരാഷ്ട്ര കോൺഫറൻസിലാണ്. അതോടെ തന്നെ ലോകത്തിന്റെ ശ്രദ്ധ ഈ ടെക്നോളജിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പ്രോജക്ട് വിമാനയുടെ പ്രധാന ലക്ഷ്യം വളരെ ക്ലിയർ ആണ്. യുദ്ധഭൂമിയിൽ ഗുരുതരമായി പരിക്കേറ്റ സൈനികർക്ക് ഗോൾഡൻ അവർ എന്ന നിർണായക സമയത്തിനുള്ളിൽ തന്നെ ചികിത്സ നൽകുക. എന്താണ് ഗോൾഡൻ അവർ? ഗോൾഡൻ അവർ എന്നത് പരിക്ക് സംഭവിച്ച ശേഷം ആദ്യം കിട്ടുന്ന 1 മണിക്കൂർ സമയമാണ്. ആ സമയത്ത് ചികിത്സ ലഭിക്കുകയാണെങ്കിൽ ആ വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത 10 മടങ്ങ് കൂടുതലാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ പലപ്പോഴും ആ സമയം നഷ്ടമാകാറുണ്ട്. കാരണം പരിക്കേറ്റവരെ സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിക്കുക എന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ തന്നെയാണ് പ്രോജക്ട് വിമാനയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഈ സിസ്റ്റത്തിന്റെ ഹൃദയം ഒരു ഹെവി ലിഫ്റ്റ് ഓട്ടോണോമസ് ഡ്രോൺ ആണ്. ഈ ഡ്രോൺ സാധാരണ നിരീക്ഷണത്തിനോ സർവേക്കോ വേണ്ടിയുള്ളതല്ല. ഇത് നേരിട്ട് ഒരു ഫ്ലൈയിങ് സർജിക്കൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്നു എന്നതാണ്. ഡ്രോണിൽ 2 ചെറിയ റോബോട്ടിക് കൈകളുണ്ട്. ഓരോന്നും 7 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളവയാണ്. അതായത് മനുഷ്യന്റെ കൈ പോലെ സങ്കീർണമായ ചലനങ്ങൾ ചെയ്യാൻ കഴിയുന്നവയാണ്. ഇതോടൊപ്പം ഹൈ ഡെഫിനിഷൻ ക്യാമറകളും ഘടിപ്പിച്ചിരിക്കുന്നു. അതിലൂടെ ഡോക്ടർമാർക്ക് വളരെ കൃത്യമായ ദൃശ്യങ്ങൾ ലഭിക്കും. ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാമോ? ഡോക്ടർ യുദ്ധഭൂമിയിൽ ഉണ്ടാവേണ്ട ആവശ്യമേ വരുന്നില്ല. ഒരു സുരക്ഷിതമായ കമാൻഡ് സെന്ററിൽ ഇരുന്ന് ട്രോമാ സർജൻസി റോബോട്ടിക് കൈകൾ ഉപയോഗിച്ച് സർജറി നിയന്ത്രിക്കും. അതായത് കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു ഡോക്ടർ യുദ്ധഭൂമിയിൽ കിടക്കുന്ന സൈനികനിൽ സർജറി നടത്താൻ കഴിയുമെന്നതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫീലിംഗ് ഉണ്ടാവുന്നില്ലേ? പക്ഷേ ഇതിന്റെ ഉപയോഗം വളരെ പ്രായോഗികമാണ്. ഈ സിസ്റ്റം ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാൻ കഴിയും? സിമ്പിളായി പറഞ്ഞു തരാം. ഗുരുതരമായ രക്തസ്രാവം നിയന്ത്രിക്കുക, ചെസ്റ്റ് ഡീകംപ്രഷൻ നടത്തുക, ശരീരത്തിൽ കുടുങ്ങിയ വസ്തുക്കൾ പുറത്തെടുക്കുക എന്നിവയൊക്കെയാണ്. മുറിവുകൾ തുന്നിക്കെട്ടുക, അതുപോലും യുദ്ധഭൂമിയിൽ തന്നെ വെച്ച് നടത്തുക എന്നുള്ളതാണ്. ഇതിലൂടെ ഒരു സൈനികന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ട ഏറ്റവും നിർണായകമായ സമയത്ത് കൃത്യമായ ശുശ്രൂഷകൾ നൽകാൻ കഴിയും. അതുകൊണ്ടാണ് പ്രോജക്ട് വിമാനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഡിലേ എന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഉള്ളത് പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് എന്ന സ്റ്റേജിലാണ്. അതായത് അതിന്റെ അടിസ്ഥാന പ്രവർത്തനം വിജയകരമായി കാണിച്ചു കഴിഞ്ഞു എന്നതാണ്. ഇനി അടുത്തത് ഏകദേശം 1.5 വർഷത്തിനുള്ളിൽ ട്രയൽസ് നടക്കും. അതിനുശേഷം റെഗുലേറ്ററി അപ്രൂവൽസ് ലഭിച്ചാൽ ഇത് യാഥാർത്ഥ്യത്തിൽ ഡിപ്ലോയ് ചെയ്യാൻ കഴിയുമെന്നതാണ്. ഈ പ്രോജക്റ്റിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രശസ്ത സർജനായ ഡോക്ടർ സുധീർ ശ്രീവാസ്തവയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ SS ഇന്നോവേഷൻസ് ഡിഫൻസിനും ഹെൽത്ത് കെയറിനും ഒരുപോലെ സഹായിക്കുന്ന നിരവധി പ്രോജക്റ്റുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയിൽ ഒന്നാണ് പ്രോജക്ട് ഒപ്പറിയോൺ. ഇത് ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് റൂമാണ്. അതായത് എവിടെയെങ്കിലും വേഗത്തിൽ ഡിപ്ലോയ് ചെയ്ത ഒരു സാധാരണ സ്ഥലത്തെ പോലും ഒരു സർജറി റെഡി ഫെസിലിറ്റിയായി മാറ്റാൻ കഴിയും. ഇതോടൊപ്പം മറ്റൊരു ഭാവി ടെക്നോളജിയും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. SSI അവതാര. ഇതൊരു ഹ്യൂമനോയിഡ് റോബോട്ട് ആണ്. ഡിഫൻസ് ഓപ്പറേഷൻസ് മുതൽ ഹെൽത്ത് കെയർ വരെ നിരവധി മേഖലകളിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ റോബോട്ട്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രോജക്ട് വിമാന പോലെയുള്ള ടെക്നോളജികൾ വെറും ഒരു ഇന്നോവേഷൻ മാത്രമല്ല, ഇത് യുദ്ധഭൂമിയിലെ സർവൈവൽ റൂൾസ് തന്നെ മാറ്റാൻ പോകുന്ന ഒന്നായി മാറുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. മുൻപ് ഒരു സൈനികന്റെ ജീവൻ രക്ഷിക്കാൻ ഇവാക്യുവേഷൻ സ്പീഡ് ആയിരുന്നു പ്രധാനമായിരുന്നത്. ഇപ്പോൾ അത് ഇൻസ്റ്റന്റ് ട്രീറ്റ്മെന്റ് ആയി മാറുന്നു എന്നത് എടുത്തു തന്നെ പറയണം. ഇത് ഇന്ത്യയുടെ ഡിഫൻസ് ടെക്നോളജി രംഗത്ത് ഒരു വലിയ കുതിച്ചുകയറ്റമാണ്. അവസാന ചോദ്യം ഒന്ന് മാത്രമാണ്. ഈ ടെക്നോളജി പൂർണ്ണമായി ഓപ്പറേഷണൽ ആകുമ്പോൾ യുദ്ധഭൂമിയിലെ കാഷ്വാലിറ്റി റേറ്റ് എത്രത്തോളം കുറയുമെന്നത്. ഒരു ഡ്രോൺ, ഒരു ഡോക്ടർ, ഒരു ലൈഫ് സേവിംഗ് തീരുമാനം, ഇതൊക്കെയായി ഭാവിയിലെ യുദ്ധരംഗം എങ്ങനെയാകും മാറുക? ഇത് വരും വർഷങ്ങളിൽ തന്നെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുമെന്നതാണ്.